നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടി ശാന്തത തേടിയാണ് വിവേക് കുന്നിളംകാട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വരുന്നത്. ബസ്സിറങ്ങി തോളിൽ ഭാരമുള്ള ബാഗുമായി അവൻ നടന്നു നീങ്ങുമ്പോൾ ഗ്രാമത്തിന്റെ തണുത്ത കാറ്റും മണ്ണിന്റെ ഗന്ധവും അവനെ പൊതിഞ്ഞു. വഴിയരികിലെ മരങ്ങളിൽ പക്ഷികൾ ചിലച്ചു. ദൂരെ എവിടെയോ ഒരു അമ്പലത്തിൽ നിന്നുള്ള മണിനാദം നേർത്ത ശബ്ദത്തിൽ കാറ്റിൽ ഒഴുകിയെത്തി. ഗ്രാമത്തിലെ ചെറിയ ചായക്കടയുടെ മുന്നിലും തൊടിയിലും ഒരുമിച്ച് സംസാരിക്കുന്ന ആളുകൾ ഈ അപരിചിതനെ കണ്ടപ്പോൾ സംസാരം നിർത്തി. അവരുടെ കണ്ണുകളിൽ ഒരുതരം കൗതുകം നിറഞ്ഞു. ആരാണിവൻ? എവിടുന്നാണ് വരുന്നത്? എന്താണിവന്റെ ഉദ്ദേശം? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ നിമിഷം അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ചിലർ പരസ്പരം അടക്കം പറഞ്ഞു. മറ്റു ചിലർ വിവേകിനെ തന്നെ ഉറ്റുനോക്കി. വിവേക് അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ നടന്നു ചെന്ന് ഗ്രാമത്തിന്റെ ഒരറ്റത്തായി കാടുപിടിച്ച് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഓടിളകിയ ഒരു പഴയ വീട്ടിലേക്കാണ്. മഴമരക്കാട്. ആ വീടിന്റെ മതിലുകൾ പോലും കാലപ്പഴക്കത്താൽ ജീർണിച്ചിരുന്നു. വർഷങ്ങളുടെ അവഗണന ആ വീടിന്റെ ഓരോ ഇഷ്ടികയിലും നിഴലരിച്ചിരുന്നു. ഗ്രാമവാസികൾ പരസ്പരം നോക്കി. അവർക്ക് അറിയാമായിരുന്നു, വർഷങ്ങളായി ആരും താമസിക്കാത്ത വീടാണ്. ആളൊഴിഞ്ഞ ആ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് പോകുന്നത് എന്ന ചിന്ത അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞു. വിവേക് വീടിന്റെ മുന്നിലെത്തി. പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് പഴയതും തുരുമ്പിച്ചതുമായ പൂട്ട് തുറന്നു. ശബ്ദമുണ്ടാക്കി വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറിയപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ അടക്കം പറച്ചിലുകൾ ഒരു നേർത്ത തേനീച്ചക്കൂട്ടം പോലെ ഉയർന്നു.